ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ സെയിൽസ് വന്നിട്ടുള്ള സെഡാൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒട്ടുമിക്ക എല്ലാ കാറ്റഗറിയിലുള്ള SUVs നോക്കി, അതുപോലെ ടോപ്പ് 10 കാർസ് ഒക്കെ നോക്കി. ഇനി ബാക്കിയുള്ള സെഡാൻസ് ആണ്. എന്തായാലും 11th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ സ്കോഡ സൂപ്പർബ് ആണ്. നമ്മൾ പൊതുവേ ടോപ്പ് 10 ആണ് ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്, പക്ഷേ ഇപ്രാവശ്യം ടോപ്പ് 11 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സൂപ്പർബിന് അങ്ങനെ പ്രത്യേകിച്ച് സെയിലൊന്നും കിട്ടിയിട്ടില്ല. കഴിഞ്ഞ മാസം ഒറ്റ വണ്ടിയുടെ സെയിലേ ഉള്ളൂ. ജാനുവരിയിൽ വണ്ടികളുടെ സെയിലൊന്നുമില്ല, 0 ആണ്. അതുകൊണ്ട് ഡിഫറൻസും 1 ആണ്. ഗ്രോത്ത് പെർസെൻറ്റേജ് അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. വേണമെങ്കിൽ 100% എന്ന് പറയാം, പക്ഷേ അതിൽ വലിയ കാര്യമൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇതിപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സൂപ്പർബ് ഇപ്പോൾ ഇന്ത്യയിൽ ഒഫീഷ്യലി സെയിലിൽ ഉണ്ടെങ്കിലും CBU ആയിട്ട് വരുന്ന ഒരു വണ്ടിയാണുള്ളത്. അത് അതുവരെ അധികം വൈകാതെ തന്നെ മാറ്റും. പുതിയ വണ്ടി നമുക്ക് കിട്ടും. ഇൻ്റർനാഷണലി പുതിയ ജനറേഷൻ സൂപ്പർബ് അവൈലബിൾ ആണ്. നമുക്ക് ഈ വർഷം സൂപ്പർബിൻ്റെ ഡീസൽ മോഡലും അവരിറക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതും ഇനിയിപ്പോൾ കണ്ടറിയേണ്ടി വരും. ഇതിലൂടെ ആയിരിക്കും ആദ്യം TDI തിരിച്ചു വരാൻ പോകുന്നത്. ഇനി അടുത്ത നമ്മുടെ 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടൊയോട്ട ക്യാമറയാണ്. ഈ വണ്ടിക്കും ഈ അടുത്ത് നല്ലൊരു ജനറേഷൻ അപ്ഡേറ്റ് കിട്ടിയായിരുന്നു. ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് പുതിയതായിട്ട് വന്നു. വണ്ടിയുടെ മൊത്തത്തിലുള്ള എക്സ്റ്റീരിയർ, അതുപോലെ ഇൻറ്റീരിയർ, മെയിനായിട്ട് ഇൻറ്റീരിയർ വണ്ടി ഇപ്പോൾ നല്ല പ്രീമിയം ആയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 209 യൂണിറ്റ്സ് വാഹനങ്ങൾ സെയിലാണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. ഒരു ഇമ്പോർട്ടഡ് വാഹനം അല്ലെങ്കിൽ CKD വാഹനം എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നല്ല സെയിൽ തന്നെയാണ്. ജാനുവരിയിൽ 197 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. 12 വാഹനങ്ങളുടെ വ്യത്യാസവും 6.09% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. വളരെ ഡീസൻ്റ് ആണ്. നമുക്കങ്ങനെ ഇപ്പോൾ പറയാനാണെങ്കിൽ ഗ്രോത്ത് പെർസെൻറ്റേജ് പൊതുവെ വാഹനങ്ങൾക്ക് കുറവായതുകൊണ്ട് മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വാഹനം ക്യാമറ ആണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ എഗെയിൻ ഗ്രോത്ത് പെർസെൻറ്റേജ് കുറവാണ്. ഇനി അടുത്ത 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹോണ്ട സിറ്റി ആണ്. അത് വളരെ നിരാശാരമായൊരു കാര്യമാണ്. കാരണം ഒരു കാലത്ത് എവിടെ നിന്നിരുന്ന വണ്ടിയാണെന്ന് ആലോചിക്കണം. 25 വർഷമായി ഇപ്പോൾ ഇവർ വണ്ടി ഇന്ത്യയിൽ വിൽക്കുന്നു. ആക്ച്വലി 26 മുകളിലായി. 1998 ഹോണ്ട ഇന്ത്യയിൽ വരുന്നത്. അതും അവരുടെ ആദ്യത്തെ വാഹനം സിറ്റി ആയിരുന്നു. കഴിഞ്ഞ മാസം 889 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. ജാനുവരിയിൽ 739 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളത് മന്ത് ഓൺ മന്ത് ബേസിലാണ് കമ്പയർ ചെയ്യുന്നത്. 2025 ജാനുവരിയുടെ സെയിൽ വെച്ചാണ് നോക്കുന്നത്. 150 വണ്ടികളുടെ വ്യത്യാസം 20.3% ഗ്രോത്ത് റേറ്റ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വണ്ടിയും സിറ്റിയാണ്. പക്ഷെ എന്നാൽ പോലും C സെഗ്മെൻറ്റ് സെഡാൻസിൻ്റെ കാറ്റഗറിയിൽ ഇപ്പം ഏറ്റവും ലാസ്റ്റാണ് സെയിലിൻ്റെ കാര്യത്തിൽ വണ്ടി ഉള്ളത്. അതിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന 8th പൊസിഷനിലെ വാഹനം സ്കോഡ സ്ലാവിയാണ്. ഇതിന് കഴിഞ്ഞ മാസം സെയിൽ കുറച്ചധികം താഴത്തോട്ട് പോയി, 901 വണ്ടികളിലേക്ക് വന്നു. പക്ഷേ ജാനുവരിയിൽ 1510 വാഹനങ്ങളുടെ സെയിലും കിട്ടിയതായിരുന്നു. 609 വാഹനങ്ങളുടെ വ്യത്യാസവും 40.33% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ മന്ത് ഓൺ മന്തിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് സ്ലാവിയ. പക്ഷേ അതേസമയം നിങ്ങൾ വെർട്ടസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല, അതിന് സെയിൽ കൂടിയിട്ടേ ഉള്ളൂ. അത് എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. എന്തായാലും C സെഗ്മെൻറ്റ് സെഡാൻസിൻ്റെ കാറ്റഗറിയിൽ ഇപ്പോൾ രണ്ടാമതായി ഏറ്റവും കുറവ് സെയിൽ കിട്ടിയിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് സ്ലാവിയ എന്ന് പറയേണ്ടി വരും. പക്ഷേ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ മാസം മാരുതി സുസുക്കി സിയാസിൻ്റെ പ്രൊഡക്ഷൻ നിർത്തുന്ന കാര്യം അനൗൺസ് ചെയ്തിരുന്നു. പക്ഷേ കഴിഞ്ഞ മാസം 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം സിയാസ് ആണ്. 1097 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് ലഭിച്ചിരിക്കുന്നത്. ജാനുവരി മാസത്തിൽ ജസ്റ്റ് 768 വണ്ടികളുടെ സെയിലേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ വണ്ടി നിർത്തുന്നു എന്ന് അനൗൺസ് ചെയ്തപ്പോഴേക്കും സെയിൽ അങ്ങോട്ട് കൂടി. 329 വണ്ടികളുടെ വ്യത്യാസം 42.84% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. മന്ത് ഓൺ മന്തിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വാഹനം സിയാസ് തന്നെയാണ്. സത്യമായിട്ടും ഈ ഒരു വാഹനം ഒരു ജനറേഷൻ അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവർക്ക് ഈ വണ്ടി വിൽക്കാൻ പറ്റും. 2000-നടുത്തൊക്കെ വേണമെങ്കിൽ വെർട്ടസിൻ്റെ സെയിലിന് ഓവർടേക്ക് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അതിനുള്ള എഫേർട്ട് എടുക്കാൻ മടിയായതുകൊണ്ടും പിന്നെ അത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട എന്ന് വിചാരിച്ചതുകൊണ്ടുമാണ് അവരിത് ഇറക്കാത്തത്. എന്തായാലും വളരെ നിരാശാകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് സിയാസിൻ്റെ കേസ്. ഇനി ഏതായാലും നമ്മുടെ അടുത്ത വാഹനം 6th പൊസിഷനിൽ നിൽക്കുന്ന ഹ്യുണ്ടായുടെ വെർണയാണ്. ഈ വാഹനം ഇനീഷ്യലി ഇറങ്ങിയ സമയത്ത് നല്ല ഹൈപ്പിൽ വന്ന വണ്ടിയാണ്. സെഡാൻസിൻ്റെ കാറ്റഗറിയിൽ ഇത്രയും ഫീച്ചേഴ്സും അതുപോലെ 1.5 ലിറ്റർ ടർബോ, അതും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വണ്ടി, അതൊക്കെ എന്നുള്ള പേരിലാണ് ഈ വണ്ടി വന്നത്. വെർട്ടസിനേക്കാൾ ടെക്നിക്കലി ഈ വാഹനം ഫാസ്റ്റാണ്. 160 bhp, സ്ട്രേറ്റ്സിലൊക്കെ കുറച്ചുകൂടി സ്പീഡിൽ പോകാനും പറ്റും. ടോപ്പ് സ്പീഡ് ഇതിന് കൂടുതലാണ്, കാരണം ഈ വണ്ടിയിൽ ലിമിറ്ററില്ല. എന്തായാലും കഴിഞ്ഞ മാസം 1207 വാഹനങ്ങളുടെ സെയിൽ ഇതിന് കിട്ടിയിട്ടുള്ളൂ. ജനുവരിയിൽ 1477 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയതായിരുന്നു. 270 വാഹനങ്ങളുടെ വ്യത്യാസവും 18.28% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ മാസം രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ലഭിച്ചിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് നമ്മുടെ വെർണ. ഇനി അടുത്ത വാഹനം വെർട്ടസ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അല്ല, അത് ടാറ്റയുടെ ടിഗോറാണ്. അതെ, ഒരു സബ്ഫോമേറ്റർ കോമ്പാക്ട് സെഡാനും 5th പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. 1550 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ ടിഗോറിന് കഴിഞ്ഞ മാസം ലഭിച്ചിട്ടുള്ളൂ. ജാനുവരിയിൽ 1484 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. പറഞ്ഞു വരുമ്പം സെയിൽ കൂടി, പക്ഷേ 66 വാഹനങ്ങളുടെ വ്യത്യാസവും 4.45% ഗ്രോത്ത് റേറ്റും ഒക്കെ ഉള്ളൂ. ഈ വണ്ടിയുടെ കാര്യം ഇപ്പോൾ വളരെ കഷ്ടമാണ്. അവർ കഴിഞ്ഞ മാസം ഈ വണ്ടി ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തതാണ്. ആക്ച്വലി ജാനുവരിയിലാണ് അപ്ഡേറ്റ് ചെയ്തത്. പുതിയ ഫീച്ചേഴ്സ്, നമുക്ക് പുതിയ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റംസ്, ടച്ച് സ്ക്രീൻ, 360° ക്യാമറ, അതൊക്കെ ആഡ് ചെയ്തായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും സെയിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് ഈ ഒരു വാഹനത്തിൽ കയറിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. കുറച്ച് കാലം മുന്നേ 1000-ന് താഴെ ആയിരുന്നു. ഇപ്പോൾ 1500 റേഞ്ചിലോട്ട് കയറിയിട്ടുണ്ട്. പക്ഷെ എന്നാലും സബ്ഫോമേറ്റർ സെഡാൻ എന്ന് പറയുമ്പോൾ
പറയുമ്പോൾ 2000-3000 വെച്ചൊക്കെ സെയിൽ കിട്ടിയാൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് ലാഭം ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത 4th പൊസിഷനിലാണ് നമ്മുടെ ഫോക്സ് വാഗൻ വെർട്ടസ് വന്നിരിക്കുന്നത്. പക്ഷേ സെയിലിൻ്റെ കേസ് എടുക്കുമ്പം 1837 വാഹനങ്ങളുടെ സെയിൽ ഇതിന് കിട്ടിയിട്ടുള്ളൂ. ജാനുവരിയിൽ 1795 വാഹനങ്ങളുടെ സെയിലായിരുന്നു. പറഞ്ഞു വരുമ്പോൾ സെയിൽ കുറച്ച് കൂടി, 42 വണ്ടികളുടെ വ്യത്യാസവും 2.34% ഗ്രോത്തും. ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വാഹനം ഇത് തന്നെയാണ്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ സെയിലിൻ്റെ കാര്യത്തിലും നമ്മൾ ബാക്കി വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഡിഫറൻസ് കുറവാണ്. ഇപ്പോൾ വെർണ ഇത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 600 വണ്ടികളടുത്ത് വ്യത്യാസമുണ്ട്. പക്ഷേ എന്നാലും 2000-3000 അല്ലെങ്കിൽ ഭയങ്കര സെയിലുള്ളൊരു വണ്ടി എന്ന് പറയാൻ പറ്റില്ല. എന്നാലും സി സെഗ്മെന്റ് സെഡാൻസിൻ്റെ കാറ്റഗറിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെയിലുള്ള വണ്ടി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് നമ്മുടെ ഫോക്സ് വാഗൻ്റെ വെർട്ടസ് തന്നെയാണ്. അത് ഈ വണ്ടിക്ക് കൊടുത്തേ പറ്റുള്ളൂ. കാരണം വെർണയൊക്കെ അത്രയും ഫീച്ചേഴ്സ് വെച്ച് ഇറക്കിയിട്ടും ആൾക്കാർ ഇപ്പോഴും അത് വിട്ടിട്ട് വെർട്ടസ് തന്നെയാണ് വാങ്ങുന്നത്. നല്ലൊരു കൾട്ട് ഫോളോയിങ് ഈ വാഹനത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ കാറ്റഗറിയിൽ. ഇനി അടുത്ത നമ്മുടെ 3rd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹോണ്ട അമേസ് ആണ്. കുറച്ച് കാലമായിട്ട് ഹോണ്ട അമേസ് വെച്ചും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, സപ്പോമീറ്റർ സെഡാനായിട്ട് പോലും. ഈ ഒരു ജനറേഷൻ അപ്ഡേറ്റിന് ശേഷമാണ് കുറച്ചൊക്കെ സെയിലിൽ പൊങ്ങിയത്. കഴിഞ്ഞ മാസം 3263 വാഹനങ്ങളുടെ സെയിൽ ഇതിന് ലഭിച്ചിട്ടുണ്ട്. ജാനുവരിയിൽ 3591 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. 328 വാഹനങ്ങളുടെ വ്യത്യാസവും 9.13% ഡീഗ്രോത്ത് റേറ്റും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഏകദേശം 3000-3500 കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സെയിൽ കിട്ടുന്നുണ്ട്. അത് വളരെ ഇമ്പ്രസീവ് ആണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇടയ്ക്കൊരു കാലത്ത് 5000-ന് മുകളിലൊക്കെ ഈ വാഹനത്തിന് കോൺസ്റ്റൻ്റ് ആയിട്ട് സെയിൽ കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എന്നാലും ഇപ്പോൾ സെഡാൻസിന് ഡിമാൻഡ് കമ്പാരിറ്റീവ്ലി കുറവാണെന്നും ഈ സെഗ്മെൻറ്റിൽ ആകെപ്പാടെ, അതായത് സെഡാൻസ് എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സെയിലുള്ള വണ്ടി ഏതാണ് എന്ന് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. 2nd പൊസിഷനിൽ ഹ്യുണ്ടായുടെ ഓറയാണ്. കഴിഞ്ഞ മാസം 4797 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. ജാനുവരിയിൽ 5388 വാഹനങ്ങളുടെ സെയിലും കിട്ടിയിട്ടുണ്ട്. 591 വാഹനങ്ങളുടെ വ്യത്യാസവും 10.97% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ 3ാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വണ്ടിയാണ്. ഈ വണ്ടി ആൾക്കാർ അത്യാവശ്യം ടാക്സി പർപ്പസിനൊക്കെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു അഡീഷണൽ സെയിലും കൂടെ ഈ വാഹനത്തിന് കിട്ടും എന്ന് പറയും. കാരണം CNGയിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഹോണ്ട ഇപ്പോഴും അമേസിൽ ഫാക്ടറി ഫിറ്റഡ് CNG കൊടുക്കുന്നില്ല. ഡീലർ ലെവലിൽ അവർ CNG അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീലർഷിപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ CNG ചെയ്തു തരും. പക്ഷേ അത് ഔട്ട്സോഴ്സ് ചെയ്യുന്നതാണ്. പക്ഷേ വാറണ്ടിയൊക്കെ നമുക്ക് കിട്ടും എന്ന് മാത്രം. ഇനി നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന വണ്ടി തീർച്ചയായും ഡിസയർ തന്നെയാണ്. അതിപ്പോൾ 4th ജനറേഷൻ തന്നെ വേണമെന്നില്ല. 3rd ജനറേഷൻ ആയിരുന്ന സമയത്ത് അതും ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ സെയിൽ ഉണ്ടായിരുന്ന വണ്ടി തന്നെയായിരുന്നു. സെഡാൻസിൻ്റെ കാറ്റഗറി, ഇതിപ്പോൾ സപ്പോമീറ്റർ അപ്പോഫോമീറ്റർ അങ്ങനെയൊന്നും നോക്കാതെ ജസ്റ്റ് സെഡാൻ എന്ന് മാത്രം പറഞ്ഞെടുക്കാനാണെങ്കിൽ തീർച്ചയായും ഡിസയർ തന്നെയാണ് എക്കാലത്തെയും ബെസ്റ്റ് സെല്ലിംഗ് വാഹനം. കഴിഞ്ഞ മാസം 14,694 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് ലഭിച്ചത്. ജാനുവരി മാസത്തിൽ 15,383 വാഹനങ്ങളുടെ സെയിലും കിട്ടിയതായിരുന്നു. 689 വാഹനങ്ങളുടെ വ്യത്യാസവും 4.48% ഡീഗ്രോത്ത് റേറ്റ് ഇതിന് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വണ്ടിയും ഡിസയർ ആണ്. എനിവേ ഗൈസ്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രോഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പിൻഡ് കമൻറ്റ്സ് ചെക്ക് ചെയ്യുക. ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ സെഡാൻസിൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.